അമ്മ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അയർലൻഡിലെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ അമ്മയെ കൊണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഗ്ലെൻവേ കാസിൽ കാണാനാണ്. ഗ്ലെൻവേ കാസിൽ ഉള്ളത് നമ്മളുടെ അയർലൻഡിലെ കൗണ്ടി ഡൊണീഗിലാണുള്ളത്. ഈ ഗ്ലെൻവേ കാസിലുള്ളത് 16,541 ഹെക്ടേഴ്സിലുള്ള ഗ്ലെൻവേ നാഷണൽ പാർക്കിലാണുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു പാർക്കിൽ കാണാനായിട്ട്. ഞങ്ങൾ ആദ്യം കാസിൽ കാണാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടതിൻ്റെ ശേഷം ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ പോയി കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് റൂമിൽ, അത് എൻട്രൻസിൽ വന്നിട്ട് അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ കാസിൽ ഫുള്ള് നമുക്ക് പോയി കാണാൻ പറ്റുന്നത്. ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വന്ന ദിവസം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. എനിക്ക് ഇന്ന് ചില ലക്കി ഡേ ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ കാസിൽ 2-3 തവണയായിട്ട് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ മറ്റുള്ളവരെയും കൊണ്ട് കാണിക്കണം, നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് കണ്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ നാട്ടിൽ നിന്ന് വന്നത്. എന്നാൽ പിന്നെ ആദ്യത്തെ വിസിറ്റ് കാസിലോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാസിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ആദ്യം വരുന്നത് ഗ്ലെൻവേ നാഷണൽ പാർക്കിൻ്റെ വിസിറ്റേഴ്സ് സെൻറ്ററിലേക്കാണ്. അവിടെ നിന്ന് 3.5 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്. ഒന്നുകിൽ നമുക്ക് നടന്നു വരാം, ഗ്രേവൽ പാത്ത് ഉണ്ട് അവിടെ തൊട്ട് ഇവിടെ വരെ, അല്ലെങ്കിൽ ബസ് സർവീസ് ഉണ്ട്. കാസിലിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറയുവാണെങ്കിൽ, ജോൺ ജോർജ് അഡെയർ എന്ന് പറയുന്ന ഒരു വെൽത്തി ലാൻഡ് സ്പെക്കുലർ 1857 തൊട്ട് 1859 വരെയുള്ള സമയങ്ങളിലാണ് ഈ ഗ്ലെൻവേ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു എസ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരാണ് കൊർണീലിയ അഡെയർ. പിന്നീട് കാസിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1867 തൊട്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തത് 1873ലാണ്. 1885ലാണ് ഈ ജോൺ ജോർജ് അഡെയർ മരിച്ചുപോയത്. അതിൻ്റെ ശേഷം കൊർണേലിയ ആണ് ഇതിൻ്റെ എല്ലാം ചാർജ് ഏറ്റെടുത്തത്. 1921ലാണ് കൊർണേലിയ മരണമടഞ്ഞത്. ഒരുപാട് വോൾ ഡെക്കേഴ്സും വോൾ ഹാങ്ങിങ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വാൾസിൽ വൈറ്റ് കുറേ ഷെൽസ് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ഇത് കിൻസ്ലി പോട്ടേഴ്സ് 1930s അവർ ഡെക്കർ ചെയ്തതാണ്. ഇവിടുത്തെ ലോക്കൽ ബീച്ചസിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഷെൽസാണ്. മസിൽസിൻ്റെയും പെരിവിങ്കിൾസിൻ്റെയും ഒക്കെ ഷെൽസ് വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു മാനിൻ്റെ തല കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ജർമ്മനിയിൽ ചെയ്തിട്ട് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറയിലുള്ള വാൾസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് 100 വർഷം പഴക്കമുള്ള ചെയറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെയിങ് ചെയറാണ്. അതായത് ഹോഴ്സ് റേസിങ്ങിന് പോകുന്നതിന് മുന്നേ ജോക്കീസ് ഇവിടെ ഇരുന്നിട്ട് അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചെയറാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഡ്രോയിങ് റൂമിലേക്ക് പോകാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മ്യൂസിക് റൂമിലോട്ടൊക്കെ പോകാനുണ്ട്. നമുക്ക് ഡ്രോയിങ് റൂമിൽ പോയിട്ട് വരാം ആദ്യം. എനിക്ക് ഈ ഡ്രോയിങ് റൂം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കി നല്ല വാം ലൈറ്റൊക്കെ കൊടുത്തിട്ട് വാം ആൻഡ് ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റൂം. കർട്ടൻസൊക്കെ നോക്കുക നല്ല ഭംഗിയായിട്ട്, ഒരുപാട് എന്താ പറയുക ഭയങ്കര എംബ്രോയ്ഡറി ഒന്നും ചെയ്യാണ്ട് നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട്. പക്ഷേ ഇങ്ങനെ സോഫയുടെ ഒക്കെ ആ ഒരു കവർ കണ്ടില്ലേ, അത് നല്ല രസമുണ്ട് കാണാൻ. എല്ലാം മാച്ചിങ് ആയിട്ട് 2-3 സെറ്റൊക്കെ ആയിട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പോകണ മ്യൂസിക് റൂമിലേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററിയുടെ ബാക്കിയായിട്ട് പറയാം. പ്രൊഫസർ ആർത്തർ കാസിൽ വാങ്ങിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് കാസിൽ സ്വന്തമാക്കിയത് ഐറിഷ് അമേരിക്കനായ ഹെൻലിയാണ്. അദ്ദേഹം കാസിൽ വാങ്ങിച്ചത് 1937ലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ റൂം കാണാനായിട്ട്. പ്രത്യേകിച്ച് ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. റെഡ് കാർപ്പറ്റ് വന്നിട്ട് ബ്ലാക്ക് പെയിൻ്റൊക്കെ വോളിന് അടിച്ചിട്ട് അതിൻ്റെ ഹാഫ് പോർഷനാണ് ബ്ലാക്ക് പെയിൻറ്റ് വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് അവർ എന്താ പറയുന്നത് ടാർട്ടൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ടാർട്ടൻ എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് സ്റ്റൈലും കൂടിയാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു പിയാനോ വെച്ചിട്ടുണ്ട്. ഇതിലിവർ പറയുന്നത് 1982 ഹെൻറി മെക്ഹെന്നി റാമിൽട്ടൺ പ്രെസ്ബിറ്റേറിയൻ ചർച്ചിന് ഡൊണേറ്റ് ചെയ്തതാണെന്നാണ്. പക്ഷേ അത് പിന്നീട് 2022 അവർ തിരിച്ച് ഡൊണേറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഗ്ലെൻവേ കാസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ട്രഡീഷണൽ ഐറിഷ് ഹാർപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞി പിയാനോ ഇരിക്കുന്നത് കണ്ടു. ഇത് നോക്കിയേ, റൂഫ് ടോപ്പിൽ നിന്ന് അവർ ഷാൻഡ്ലിയറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതും മാൻ്റെ കൊമ്പുകൾ കൊണ്ടാണ്. ഈ ഒരു കാസിൽ ത്രൂ ഔട്ട് അവർ ഡീർ തീം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല മുറികളിലും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇത് നോക്കി അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഇവിടെ വരികയും മ്യൂസിക് പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, മിറർ വരെ അതിൻ്റെ ഫ്രെയിം വരെ ചെയ്തിരിക്കുന്നത് മാൻ്റെ കൊമ്പുകൾ കൊണ്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർപ്പ് വെച്ചിരിക്കുന്നത്, കണ്ടോ, ട്രഡീഷണൽ ഐറിഷ് ഹാർപ്പാണ്. ദേ ഫോട്ടോ ഫ്രെയിം വേറെ മാനിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാട്ടോ. ഞാനത് കുറച്ച് നേരം നോക്കിയിരുന്നു. നല്ല ഭംഗിയാണ് ഇവരുടെ വോളാർട്ടൊക്കെ കാണാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അമ്മയാണ് കേട്ടോ ആദ്യം ഞങ്ങളെ കൊണ്ടുപോകണേ. അപ്പോൾ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും നമ്മൾ ആദ്യം വന്ന റൂമിലേക്ക് വന്നു കേട്ടോ, ഡ്രോയിങ് റൂം. ഇതിലെയാണ് അടുത്ത റൂമിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അടുത്തത് സ്റ്റഡി റൂമാണ്. ഇത് ഹെൻറി മെഹൻലിയുടെ സ്റ്റഡി റൂമായിരുന്നു. ഹെൻറി എന്ന് പറയുന്നത് ഈ കാസലിൻ്റെ ലാസ്റ്റ് പ്രൈവറ്റ് ഓണറായിരുന്നു. ഹെൻറി മെക്കൽഹെന്നി ഗ്ലെൻവേ കാസിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു റെഡ് റൂം പോലെയാണ് എനിക്ക് തോന്നുന്നത്. റെഡ് കാർപ്പറ്റ്, റെഡ് വോൾ, പിന്നെ അതിനെ കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് വൈറ്റ് സോഫ. വൈറ്റ് അല്ല കേട്ടോ, അതൊരു ക്രീം കളറാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വോളിൽ അവർ മിറർ കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിം പോയിരിക്കുന്നുണ്ടോ ഗോൾഡൻ കളറിൽ. നല്ല രസമുണ്ടോ. നമ്മൾക്കൊരു വീടൊക്കെ പണിയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റൂം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് സ്റ്റഡി റൂമാണെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന് ഉറങ്ങിപ്പോകും കേട്ടോ, ഈ പടമൊക്കെ കണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന കുറേ ബുക്സൊക്കെ ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും തൊടാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുവാവ ഇവിടെ ഇരുന്ന് ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ദേ ഇവിടെ പിന്നെ അടുത്ത ഡിയർ ഹെഡ് ഇരിക്കണു. എല്ലാ കോർണറിലും നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഓക്കെ, പോവാം. ഡൈനിങ് റൂമിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഫ്രെയിം. ഇത് നോക്കി ഒരു മാനിനെ കൊന്നിട്ട് അവരതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു തീം വരുന്ന ഒരു ഫോട്ടോയാണ്. അത് റിയൽ ഫോട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് വലിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഒരു 8 പേർക്ക് ഇരിക്കാവുന്ന സെറ്റപ്പുള്ള ഒരു ടേബിൾ. അതിൻ്റെ എന്താ പറയുക, പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം ടേബിളിൽ അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം അന്ന് ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെയൊക്കെ സ്റ്റാഫിൻ്റെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ എന്തായിരുന്നു അത് അതുപോലെ തന്നെയാണ് അവർ ആ മാനിക്യൂണിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ ഇനി അടുത്തത് വരുന്നത് ലൈബ്രറിയിലേക്കാണ് കേട്ടോ. ഇഷ്ടം പോലെ ബുക്കുകളാണ് ഇവിടെ അടുക്കി വെച്ചിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വെൽ വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ് ലൈബ്രറിക്ക് വേണ്ടി ഇവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നല്ല ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട്. എന്താ പറയുക, ഹിസ്റ്ററി, ബയോഗ്രഫി, പിന്നെ ഗാർഡനിങ് ബുക്സ്, പിന്നെ ആദ്യത്തെ എഡിഷൻ, അതായത് അമേരിക്കൻ ഫസ്റ്റ് എഡിഷൻ ഓഫ് മോഡേൺ ക്ലാസിക്സ്, ഓൺവെൽസിൻ്റെ 1984 ബുക്കുകൾ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ബുക്കുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ലൈബ്രറിയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ മൂലയ്ക്കൊരു സ്റ്റാച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ ഒന്നുകൂടി ഇതിൽ പിക്ചർ കൊടുക്കാം. ഇത് ഈ കാണുന്ന സ്റ്റാച്ചു, ഇത് ഈ കാസലിലെ ഒരുപാട് പഴക്കമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ഈ സ്റ്റാച്ചു. ഇത് സെയിൻറ്റ് ജെറോമിൻ്റെ സ്റ്റാച്ചു ആണ്. അതുപോലെ 500 വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുള്ള സ്റ്റാച്ചു ആണ്. അടുത്തിനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ. ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു കോറിഡോറിൻ്റെ 2 സൈഡിലും ഈ ഭിത്തിയിൽ ചെയ്തിരിക്കുന്ന ഇത് കണ്ടോ, പ്രിൻ്റ് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വാൾപേപ്പർ അല്ല, അതൊരു ക്ലോത്താണ്. അതിലേക്ക് നമുക്ക് വരാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. കണ്ടില്ലേ, വലിയ ഒരു ബെഡൊക്കെ ഉണ്ട്. നല്ല നല്ല ഹൈറ്റിലാണത് ചെയ്തു വെച്ചിട്ടുള്ളത്. പോസ്റ്റർ ബെഡ് ഇതെന്ന് പറയുന്നത് ഏകദേശം 200 വർഷങ്ങൾ പഴക്കമുള്ളതെന്നാണ് പറയുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇനി ബാത്റൂം പോയി കാണാം. ബാത്റൂമിലൊരു ഡ്രസ്സിങ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ത് നല്ല വലുപ്പത്തിലാണ് ഒരു ബാത്റൂം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊർണീലിയാഡേസിൻ്റെ ബെഡ്റൂമായിരുന്നു. അത് പിന്നീട് അവർ കൺവേർട്ട് ചെയ്തതാണ്. 1960s കൺവേർഷൻ ചെയ്തത്.
ഞാനും എൻ്റെ ബേബിയും. ഇത് കണ്ടോ, ബാത്റൂമിൽ നിന്ന് നോക്കിയാൽ ആ വിൻഡോയിലൂടെ നമുക്ക് പുറത്തുള്ള തടാകം കാണാം. നോക്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. എനിക്ക് ഈ വോള് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ, ഇത് ക്ലോത്താണ്, അവരത് വോൾ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുക. ഇത് നല്ല ഫൈൻ ഹാൻഡ് പ്രിൻറ്റഡ് ക്ലോത്താണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ക്ലോത്താണ്. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ ഈ ഒരു കോറിഡോറിന് അവർ പേരിട്ടിരിക്കുന്നത് ഇന്ത്യൻ കോറിഡോർ എന്നാണ്. നോക്കി, എന്ത് രസമായി കാണാനായിട്ട്, അടിപൊളിയല്ലേ. ഇനി നമ്മൾ പോകുന്നത് ബ്ലൂ റൂമിലേക്കാണേ. ഈ റൂം യൂസ് ചെയ്തിട്ടുള്ള ഗസ്റ്റുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു ഫിലിം ആക്ട്രസ്സാണ്. അവരുടെ പേര് ഗ്രേറ്റ ഗാർബോ എന്നാണ്. അവർ വിസിറ്റ് ചെയ്തിട്ടുള്ളത് 1970s. ഒരു സ്വീഡിഷ് ആക്ട്രസ് ആയിരുന്നു ഈ ഗ്രേറ്റ ഗാർബോ. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ബാച്ചിലേഴ്സ് കോറിഡോറിലേക്കാണ്. ഇതിനിങ്ങനെ ഒരു പേര് അവരിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ലോങ് കോറിഡോറാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 3 റൂമുകളുണ്ട്. ഫ്രഞ്ച് റൂം, ഇറ്റാലിയൻ റൂം, പിന്നെ ഇന്ത്യൻ റൂം. ഇങ്ങനെ പേര് അവർ കൊടുക്കാൻ കാരണം എന്താ പറയുന്നത്, ആ രാജ്യങ്ങളുടെ പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു തീം വെച്ചിട്ടാണ് അവർ ആ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ പേര് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരുന്ന റൂമാണ് ഫ്രഞ്ച് റൂം. നമുക്ക് നോക്കാം. ഫ്രഞ്ച് റൂം ഭയങ്കര സോഫ്റ്റ് കളേഴ്സായിട്ടുള്ള ബെഡ്ഷീറ്റ്സും കേർട്ടൻസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം 2 സിംഗിൾ ബെഡാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ മെയിനായിട്ട് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇല്ല, ഇവർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ. നമ്മളീ കാണുന്ന കോറിഡോറിൻ്റെ 2 വോളിലും ഉള്ള പിക്ചേഴ്സ് എന്ന് പറയുന്നത് കാരൽ എസ് ടൈസൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ അമേരിക്കൻ ബേർഡ്സിൻ്റെ പിക്ചേഴ്സാണ്. അതൊക്കെ വാട്ടർ കളേഴ്സാണ് ആൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇറ്റാലിയൻ റൂം. വോളിൽ സ്ട്രൈപ്പായിട്ടുള്ള വാൾപേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ചെറിയ റൂമാണ്. എനിക്ക് തോന്നുന്നു അത് അങ്ങേറ്റത്ത് കാണാതെ ബാത്റൂമാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. ഇതിൽ ഒരു ബെഡ് മാത്രമേ അവർ ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്ത റൂമാണ് നമ്മളുടെ ഇന്ത്യൻ റൂം. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ റൂം. നമ്മളുടെ എന്താ പറയുന്നത്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർപ്പറ്റ് ഇട്ടിട്ട് റെഡ് തീമിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എനിക്കിഷ്ടമായിട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല രസമല്ലേ കാണാൻ? സൈഡിൽ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. നോക്കിയ ബാൽക്കണി ഇതാണ്. ഇപ്പോൾ ഈ നടന്ന് നമ്മൾ നിൽക്കുന്നതാണ് ബാൽക്കണി എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഫ്രണ്ടിലുണ്ടാവും ഒരു മാൻ്റെ തല കൊണ്ട് വെച്ചേക്കുന്നത്. ഭയങ്കര ലൈവായിട്ടുള്ളൊരു ഫീലാണ് വരുന്നത്. അതിൻ്റെ കണ്ണൊക്കെ ഞാൻ സൂം ചെയ്ത് നോക്കി. എനിക്കെന്തോ ജീവനോടെ ഇരിക്കുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പം ഈ ബാൽക്കണി 1980s അവർ ഓൾട്ടർ ചെയ്തത്. അതിന് മുന്നേ ഈ അപ്പർ സെക്ഷൻ എന്ന് പറയുന്നത് മെയിൽ സെർവൻസിൻ്റെ ക്വാർട്ടേഴ്സും ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ക്യാരേജ് റൂമും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെൻറി മെക്കനിയുടെ ടൈമിൽ അത് പിന്നെ ഓൾട്ടർ ചെയ്തിട്ട് അതിനെ ഗൺ റൂമും ഫ്ലവർ അറേഞ്ചിങ് റൂമുമായി മാറ്റി. ഇത് നമ്മൾ ഇവിടെ വരുന്ന ഓരോ വിസിറ്റേഴ്സിനും നമുക്ക് നമ്മളുടെ പേരൊക്കെ ചുമ്മാ ഒരു രസത്തിന് എൻ്റർ ചെയ്യാം, നിർബന്ധമൊന്നുമല്ല. പിന്നെ ഇത് കണ്ട വോളിൽ അവർ കുറേ ഫിഷിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ തടിയുടെ താഴെയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ആരാ പിടിച്ചതെന്നും ഏത് വർഷമാണ് പിടിച്ചതെന്നും എത്ര കിലോ ഉണ്ടായിരുന്നു എന്നും എന്ത് മീനാണെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താല്ലേ, ഓഗസ്റ്റ് 29, 1937 പിടിച്ചതാണെന്ന്. അപ്പം ഈ എക്സിറ്റ് വഴി താഴെ ഇറങ്ങി നമ്മൾ റൈറ്റ് സൈഡിൽ വഴി ഇറങ്ങുന്നത് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങുന്നത് ഒരു കോർട്ടിയറിലേക്കാണ്. അവിടെയാണ് ടീ ഷോപ്പും ബേബി ചേഞ്ചിങ് റൂം ഒക്കെ ഉള്ളത്. അവിടെ നിന്ന് പിന്നെ അടുത്ത ഡോറ് വരുന്നതാണ് ബാക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഞാൻ ഈ റൂമിൽ കയറുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ എടുത്തിട്ടേക്കാം. തീരെ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ, അപ്പം ചേഞ്ചിങ് ഒക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്കൊന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പം ഇതൊന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. തീരെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ ഉപകാരമാകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് ഞാൻ മണ്ണിലെ എന്താ പറയുക ബാക്ക് യാർഡിലേക്കാണ് ഇറങ്ങുന്നത്. പിന്നെ പോകുന്നത് ഗാർഡനിലേക്കാണ്. ഇതാണ് ഗാർഡനിലേക്കുള്ള ആദ്യത്തെ എൻട്രി. ഒരു ഗ്ലാസ് റൂമൊക്കെ ഉണ്ട്. അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ അവർ ഓരോ മന്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുക, ഏതൊക്കെ തരത്തിലെ പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക, അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വായിച്ചിട്ട് ഈ പ്രത്യേകതരം പൂക്കളൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് പിന്നെയും വന്ന് വിസിറ്റ് ചെയ്യാം. കാസൽ കിച്ചണിലേക്ക് വേണ്ടിയിരുന്ന എല്ലാ പച്ചക്കറികളും ഈ ഒരു ഗ്ലാസ് ഹൗസിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെ പച്ചക്കറികളല്ല ഞാൻ കാണുന്നത്, കുറേ അല്ലാത്ത പൂക്കളുണ്ടാവുന്ന ചെടികളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കുറേയൊക്കെ പരിചയമുള്ള പൂക്കളാണ്, കുറേയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പൂക്കളൊക്കെ ഉണ്ട്. ഞാനും അമ്മ നടന്നിങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറേ സ്ഥലത്തിൽ ഈ പച്ചക്കറികളും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള റോസസ് ആണ്. നല്ല കുടം പോലെ ഇരിക്കുന്ന റോസാപ്പൂക്കളാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗി കേട്ടോ. ഞാനിങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, അതുകൊണ്ട് എന്താ പറയുക, പണ്ടൊക്കെ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണണം. എന്നാൽ എനിക്ക് റോസിൻ്റെ അടുത്തൊന്നും എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. റോസസ് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഫ്ലവറിങ് ടൈം ആകുമ്പോഴത്തേനും നിറച്ച് പൂക്കളായിരിക്കും. ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ സ്ഥലമാണ്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. കാസലിന് ചുറ്റും 20 ഏക്കേഴ്സിലാണ് കേട്ടോ ഈ ഗാർഡൻ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞിനെ ഞങ്ങൾ ബേബി ക്യാരിയിൽ നിന്നൊക്കെ എടുത്ത് ഒരു റെസ്റ്റ് കൊടുക്കുവാണ്. കുറച്ച് നേരം അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കയ്യിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞല്ലേ, അപ്പം അമ്മയ്ക്കൊരു പണി ഇരിക്കട്ടെ. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സോയിലാണ് ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആയിരക്കണക്കിന് സ്കോട്ടിഷ് പൈൻസ് ഒക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഞാനതൊന്ന് സ്ലോ ആയിട്ട് എടുത്തതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഫെയറി ടെയിൽ സ്റ്റോറീസൊക്കെ വായിക്കില്ലേ, ആ ഒരു പിക്ചറാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. ഫെബ്രുവരി തൊട്ട് ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ആണ് ഒരുപാട് തരത്തിലുള്ള പൂക്കളും ഒക്കെ ഉണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു കാറ്റലോഗ് തന്നെ ആ ഒരു ഫ്രണ്ടിൽ, ആ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ വോളിൽ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. 1700 ഡിഫറെൻറ്റ് ഗാർഡൻ പ്ലാന്റ് സ്പീഷീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് കാസലിൻ്റെ മറ്റൊരു സൈഡിലേക്കാണ്. ഈ ഒരു ഏരിയ ഭയങ്കര ഭംഗിയായിട്ടാ കാണാനായിട്ട്.
ഇപ്പോൾ കണ്ടില്ലേ ഒരു പില്ലർ, ഇതിൻ്റെ അകത്തൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. നമുക്കൊന്ന് പോവാട്ടോ. ഇവിടെ നിന്നാട്ടോ ഈ കാസലിൻ്റെ മറ്റേ സൈഡിലേക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നത്. ഇതിൻ്റെ താഴെ കൂടെ കാസലിൻ്റെ ബാക്കിലേക്കുള്ളൊരു വഴിയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടേക്ക് പോകുമ്പോഴാണ് ബോട്ട് ലാൻഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇപ്പം ഈ താഴേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത് ആ ഒരു എന്താ പറയുക കായലിൻ്റെ ഒക്കെ സൈഡിലേക്ക് നമുക്ക് പോയി നിൽക്കാൻ പറ്റും. കണ്ടില്ലേ അമ്മ ഇറങ്ങിപ്പോണേ. ഞാൻ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നുകൊണ്ട് താഴോട്ട് ഇറങ്ങിയില്ല. അമ്മ അവിടെ പോയി തന്നെ നിന്നിട്ടൊക്കെ വരട്ടെ, എൻജോയ് ചെയ്തിട്ട് വരട്ടെ. എന്ത് ഭംഗിയാണ് നോക്കിയാൽ കാണാനായിട്ട്. ഒരു സൈഡിൽ മലകൾ, അതിൻ്റെ താഴെ കൂടെ കായൽ പോണു, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളുടെ കാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു സൈഡിൽ സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞ് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൂർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി, ഏതാണ്ട് 2-3 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ മൺഡേയ്സും ഫ്രൈഡേയ്സും അതുപോലെ ബാങ്ക് ഹോളിഡേയ്സിനും കാസിൽ ക്ലോസ്ഡ് ആണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വന്നാൽ കാസിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ബസ് വെയിറ്റിംഗ് ഏരിയ. നമ്മൾ വന്ന ആ സെയിം ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതി. ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ച് വിസിറ്റർ സെൻറ്ററിലേക്ക് പോകാം. പിന്നെ ഗ്ലെൻവേ നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് പ്രൈസ് വരുന്നത് അഡൽട്ടിന് €7, ഫാമിലി ആണെങ്കിൽ €15, സീനിയേഴ്സ് ആണെങ്കിൽ €5, പിന്നെ അണ്ടർ 6 years ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ചു പോവുകയാണ്. നല്ലൊരു ടൂർ തന്നെയായിരുന്നു ഇന്ന്. ഞങ്ങളുടെയൊക്കെ ഫേസ് കണ്ടറിയാൻ നല്ല ക്ഷീണമായിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്തൊക്കെയാണെങ്കിലും ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം ഇവിടെയൊക്കെ എനിക്ക് കൊണ്ട് കാണിക്കാൻ പറ്റിയല്ലോ എൻ്റെ അമ്മേനെ. ആ ഒരു സന്തോഷം അമ്മേൻ്റെ മുഖത്തുമുണ്ട്. എല്ലാം പോയി നടന്ന് കാണാനും പിന്നെ അതൊക്കെ കണ്ടറിയാനും ഒക്കെയുള്ളൊരു ഭാഗ്യം ദൈവം അമ്മയ്ക്കും കൊടുത്തല്ലോ. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. അപ്പം നിങ്ങൾക്കും ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാകട്ടെ. പിന്നെ ഞാൻ മുമ്പേ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസിൽ വരാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് നടന്നു വരാമെന്ന്. അതിൻ്റെ ഗ്രേവൽ പാത്ത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അതാണ് നമ്മൾ പോകുമ്പം റൈറ്റ് സൈഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടോ കാസിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.